ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോട്ട് വീൽസിൻ്റെ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 131 തൊട്ട് 135 വരെയുള്ള കാർസാണുള്ളത്. നമുക്കപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. വാ. അപ്പോൾ ഈ കളക്ഷനിലെ ഫസ്റ്റ് കാറാണ് 80 മെർസിഡീസ് ബെൻസ് റാലി. അപ്പം ഇത് നമുക്ക് കാർ കാണുമ്പോഴേ അറിയാം, ബോഡി ഫുൾ ഒരു ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഈ സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട്. മോട്യൂൾ 80 എന്നൊക്കെ പറഞ്ഞ, പിന്നെ ഗുഡിയർ BBS എന്നൊക്കെ പറഞ്ഞ ബ്ലാക്ക് കളറിലൊക്കെ ആയിട്ട് സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇതൊരു പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ടയേഴ്സൊക്കെ റബ്ബറാണ് കേട്ടോ. മറ്റേ മെയിൻ ലൈനിൽ നമ്മൾ പ്ലാസ്റ്റിക് ടയേഴ്സൊക്കെ അല്ലേ കാണുന്നത്, ഇത് റബ്ബറാണ്. പിന്നെ ബോഡിയും ബേസും ഫുൾ ഒരു മെറ്റൽ ഫിനിഷിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇതാണ് ഫുൾ സൈഡ് പ്രൊഫൈൽ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബേസിലേക്ക് പോവുകയാണെങ്കിൽ, ബേസ് കണ്ടോ, ബേസ് ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്, മെറ്റൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ബെൻസിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഒക്കെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ. അപ്പോൾ നമ്മുടെ റയർ വ്യൂ കാണുമ്പോൾ തന്നെ അറിയാം, ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ്. നമ്പർ പ്ലേറ്റ് റാലി SLC എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ബെൻസിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. നല്ല ഡീറ്റെയിലിംഗ് കേട്ടോ കൊടുത്തേക്കുന്ന. എക്സ്പോസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പുറം ഇപ്പുറയും. പിന്നെ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിനകത്തും മോട്യൂൾ 80 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ ഫ്രണ്ടിൽ ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഫിനിഷിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡീറ്റെയിൽ ഉള്ള നല്ല വണ്ടിയാട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കാർ. അപ്പോൾ ഈ പ്രീമിയം കളക്ഷനിലെ രണ്ടാമത്തെ കാറാണ് 95 ലംബോർഗിനി ഡിയാബ്ലോ SV. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള യെല്ലോ കളറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. നല്ല ബ്രൈറ്റ് യെല്ലോ കളറ്, ബോഡി ഫുള്ള് യെല്ലോ കളറാണ്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ തന്നെ മെയിനായിട്ട് നമ്മുടെ കണ്ണിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് ഈ SV എന്നുള്ള ബ്ലാക്ക് കളർ സ്റ്റിക്കറാട്ടോ. SV എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ വീൽസ് ഒക്കെ കാണുവാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. റിം ഒക്കെ സിൽവർ ഫിനിഷിലാണ്. പിന്നെ ഇതിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ ബേസ് ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ലംബോർഗിനിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ്. ഫൂഗ് ലാമ്പ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ തന്നെ കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ റയർ പ്രൊഫൈൽ. നോക്കുകയാണെങ്കിൽ കണ്ടോ, എക്സ്പോസ്റ്റഡൊക്കെ നല്ല മെറ്റാലിക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട്. പിന്നെ ലൈറ്റ്സ് ഒക്കെ നല്ല പെയിൻറ്റഡ് ആണ്. സ്പോയിലറൊക്കെ ഉണ്ട്. നല്ല ഹെവി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, മറ്റേ കാറിനെക്കാട്ടിലും ഒക്കെ. പിന്നെ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. അപ്പം ഈ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് 95 ലംബോർഗിനി ഡിയാബ്ലോ SV. അപ്പോൾ ഈ കളക്ഷനിലെ മൂന്നാമത്തെ കാറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, മിത്സുബിഷി പജേറോ എവല്യൂഷൻ. ഇത് ഡെക്കർ റാലി വിന്നറാട്ടോ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ബോഡി ഒരു വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട്. ബ്ലാക്ക്, ഗ്രേ, റെഡ് ഒക്കെ ആയിട്ട് ഇവിടെ റാലി ആർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സൈഡ് പ്രൊഫൈല്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ് കേട്ടോ. ഫുൾ ബ്ലാക്ക് കളർ ടയറൊക്കെ വന്നിട്ട് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസ്. എല്ലാത്തെ പോലെ തന്നെ ബേസ് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂവിൽ ഇത് നമ്മുടെ മിത്സുബിഷിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ്. മറ്റേ കാറുകളെ പോലെ തന്നെ ഫ്രണ്ടിലും നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റയർ പ്രൊഫൈല്. നോക്കുകയാണെങ്കിൽ ബാക്കിലും മിത്സുബിഷിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. പുറകിലും ലൈറ്റ്സ് ഒക്കെ നല്ല പെയിൻറ്റഡ് ആണ്. ബാക്ക് വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇവിടെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്. ഇതാണ് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു ഡിവൽ ടോണിലാണ് കേട്ടോ. വണ്ടീൻ്റെ ഫുൾ കാസ്റ്റിങ് മുകളിൽ ടോപ്പിൽ ബ്ലാക്കും ബോഡി ഫുള്ള് വൈറ്റും. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടിയാണ് മിത്സുബിഷി പജേറോ എവല്യൂഷൻ.
അപ്പോൾ നമ്മുടെ ഈ കളക്ഷനിലെ 4ാമത്തെ വണ്ടിയാണ് 77 പോണ്ടിയാക് ഫയർബേർഡ്. അപ്പോൾ എനിക്ക് നമ്മുടെ മെയിൻ ലൈൻസിലെ തന്നെ പോണ്ടിയാക് ഫയർബേർഡ് ബ്ലാക്ക് കളർ ഫിനിഷിലായിരുന്നു കൊടുത്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ. അതിൻ്റെ വൈറ്റ് ഭയങ്കര ഭംഗിയാണ് കാണാൻ. ബോഡി ഫുൾ ഒരു വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അലോയ് വീൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടയറിൻ്റെ അലോയ് വീൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ബ്ലൂ ആട്ടോ. അകത്ത് സീറ്റ്സ് ഒക്കെ ബ്ലൂ കളറാണ്. ഇതിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു സിൽവർ ഫിനിഷിലാണ്, ഒരു മെറ്റാലിക് കളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. നോക്കുകയാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ്. ഇവിടെ പിന്നെ നമ്മുടെ പോണ്ടിയാക്കിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. നല്ല ഡീറ്റെയിലിംഗ് ആട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈല് നോക്കുവാണെങ്കിലും ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ്. ഇവിടെ ഈ ബ്ലാക്ക് കളർ ഇതിനകത്ത് ഫയർബേർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എസ്ഹോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഫീനിക്സിൻ്റെ ഒക്കെ ഇത് കണ്ടോ, ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു ടോപ്പ് വ്യൂ ആട്ടോ ഇതിൻ്റെത്. അപ്പോൾ ഇതാണ് 77 പോണ്ടിയാക് ഫയർബേർഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ കാറ് 94 നിസാൻ പ്രിമേറ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹോൾ ലുക്ക്. കാണുമ്പോൾ തന്നെ അറിയാം ഒരു മെറ്റാലിക് ഗ്രീൻ കളറിലാണ് ഫുൾ ബോഡി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ കുറേ സ്റ്റിക്കർ വർക്ക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈല്. നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഹോട്ട് റേസിംഗ് കൊടുത്തിട്ടുണ്ട്, നിസാൻ പ്രിമേറ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹോട്ട് വീൽസിൻ്റെ ലോഗോ ഉണ്ട്, കാസ്ട്രോൾ എന്ന് കൊടുത്തിട്ടുണ്ട്, അടിയിൽ ഇത് ബ്രിഡ്ജ് സ്റ്റോണിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്റ്റിക്കർ വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുൾ വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ടയേഴ്സ് നോക്കിക്കേ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ടയേഴ്സ് മറ്റുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ടയേഴ്സൊക്കെ നല്ല ലോവേർഡായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബേസ് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കാം. ഇതാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ്, നിസാൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്, നല്ല ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈല്. നോക്കുകയാണെങ്കിൽ കാസ്ട്രോളിന് കൊടുത്തിട്ടുണ്ട്, നിസാനിന് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ നല്ല പെയിൻറ്റഡ് ആണ്. ഇവിടെ ഇത് കണ്ടോ 94 അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഇവിടെ ബ്രിഡ്ജ് സ്റ്റോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ ഉണ്ട്. അപ്പോൾ ഈ മെറ്റാലിക് ഗ്രീനിൽ ഈ റെഡ് കളറിലെ സ്പോയിലറൊക്കെ വരുമ്പം ഭയങ്കര നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇപ്പോൾ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ ഇവിടെയും ഹോട്ട് റേസിംഗ് കൊടുത്തിട്ടുണ്ട്, 94 കൊടുത്തിട്ടുണ്ട്, കാസ്ട്രോളിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ സെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോട്ട് റേസിംഗിനും കാസ്ട്രോളിനും ഒക്കെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്റ്റിക്കർ വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ 5 കാറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഇതാണ്, 94 നിസാൻ പ്രിമേറ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.